നമുക്ക് നേരെ കൊല്ലത്തേക്കൊന്ന് പോകാം. അതെ. കാരണം ഇന്നലെ കൊല്ലത്ത് കരുനാഗപ്പള്ളി എന്നുള്ള ദൃശ്യം ഞെട്ടിപ്പിക്കുന്നതാണ്. അതെ, പട്ടാപ്പകലായിരുന്നു അതെ, ഒരു ഉച്ച കൊലപാതകം. സമയത്ത് 12 മണി നേതാവിനെ. 12:30 സമയത്ത് നടു റോഡിൽ ഒരു കൂട്ടം ക്രിമിനലുകൾ മുൻപ് ഗുണ്ടാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അതെ അലുവ ആദിൽ എന്നൊരാളിനെ വെട്ടിക്കൊല്ലുകയാണ്. അതായത് ഈ പോലീസ് എത്രത്തോളം നിഷ്ക്രിയമാണ് എന്നുള്ളതാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ പ്രതി ഇറങ്ങിപ്പോകുന്നത്. ഒപ്പിട്ടതിന് ശേഷം എന്തോ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. നേരെ പോകുന്ന സമയത്ത് ആളുകൾ നോക്കി നിൽക്കെ, സിനിമയിൽ ഹിന്ദി സിനിമയിലും ഒക്കെ കാണുന്ന പോലെ കൊലപാതകം റോഡിന് നടുക്ക് വെച്ച് നടത്തുകയാണ്. ആളുകൾ മുഴുവൻ നോക്കി നിൽക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് കേരളത്തിൻ്റെ ആഭ്യന്തര സംവിധാനം, ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനെതിരെ പ്രതികരിക്കാനും ജനങ്ങൾക്കുൾപ്പെടെ ചിലപ്പോൾ പേടിയുമുണ്ടാകും. ഭയമാണ്, ഗുണ്ടാ സ്വാഭാവികമാണ്. കാരണം നേതാവിനെയാണ്. പോലീസുകാർ ഇടപെടുന്നില്ല, പിന്നെ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ അപ്പോൾ ആ ഇടപെടുന്നത്? ഒരു പേടിയും ആ നിലനിൽക്കുന്നുണ്ട്. സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതെന്താ ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് അലുവ അതുലിന്റെ കൊലപാതകത്തിന് പിന്നിൽ വൻ ആസൂത്രണം. പ്രതികൾ 2 കാറുകളിലായി അതുലിന്റെ നീക്കം നിരീക്ഷിച്ചു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അതുലിനെ പിന്തുടർന്നാണ് കൊലപാതകം നടത്തിയത്. അതേസമയം സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. പട്ടാപ്പകലാണ് അലുവ അതുലിനെ കൊലപ്പെടുത്തിയത്. ഇപ്പം മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുകയാണ്. ബാക്കി വിശദാംശങ്ങൾ മനോജ്. അഞ്ജന, ഈ അലുവ അതുലിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ബാക്കി 4 പ്രതികളെ കൂടെ ഇന്നലെ രാത്രിയോടുകൂടി പിടികൂടി. ഇതിൽ 8 പേരെ തിരിച്ചറിഞ്ഞതായി നേരത്തെ തന്നെ കമ്മീഷണർ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ 8 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരുടെയൊക്കെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഈ അലുവ അതുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇവരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വൻ ആസൂത്രിതമായിരുന്നു ഈ ഒരു കൊലപാതകം എന്ന് പറയുന്നത്. 2 വാഹനമാണ് ഈ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അതായത് അലുവ അതുൽ ജിം സന്തോഷ് വധക്കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ ശേഷം ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഒപ്പുവെച്ച് തിരികെ മടങ്ങുമ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ അതുലിനെ ഈ സംഘം നിരീക്ഷിച്ച് വരികയാണ്. ആ സമയത്താണ് ഒരു സ്വിഫ്റ്റ് വാഹനം, അതായത് ഒരു സ്വിഫ്റ്റ് കാറ് അലുവ അതുലിൻ്റെ വാഹനത്തിന് മുൻപിലായി പോയി. പിന്നിലായി ഈ ഒരു ഇന്നോവ കാർ പോയി. അങ്ങനെ കരുനാഗപ്പള്ളി കഴിഞ്ഞ് പുതിയകാവിലേക്ക് എത്തുമ്പോഴാണ് ഈ സ്വിഫ്റ്റ് വാഹനം ഉപയോഗിച്ച് അതുലിൻ്റെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയും തുടർന്ന് പുറകിൽ നിന്ന് വന്ന ഈ ഇന്നോവ കാർ ഉപയോഗിച്ച് ഈ അതുലിൻ്റെ വാഹനം ഇടിച്ച് ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന കുഴിയിലേക്കിടുകയും തുടർന്ന് ഈ സംഘം ഇറങ്ങി വടിവാളുമായി അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. അതിനോടൊപ്പം ഉണ്ടായിരുന്ന മനുവിനും കൈക്ക് വെട്ടേറ്റിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രതികൾ ഈ കാറിൽ തന്നെ, അതായത് വന്ന കാറിൽ തന്നെയാണ് അവിടെ നിന്നും പോയത്. കഴിഞ്ഞ ദിവസത്തോടെ തന്നെ പന്മന ഭാഗത്ത് വെച്ചാണ് ആദ്യം 2 പേരെ പിടികൂടുന്നത്. തുടർന്നാണ് രാത്രി പരിശോധന നടത്തി ഈ വാഹന പരിശോധനയ്ക്കിടെ വെള്ള സ്വിഫ്റ്റ് കാറ് അത് പോലീസ് കണ്ടെത്തുകയും അതിനെ പിന്തുടർന്നെത്തുമ്പോൾ അവിടെ നാട്ടുകാരൊക്കെ ചേർന്ന് ഈ മുണ്ടക്കയം ഭാഗത്ത് ഒരു വീടിന് പുറകിലായി നിന്ന ഈ സംഘത്തെ പിടികൂടുന്നത്. ഇവരെ കരുനാഗപ്പള്ളി പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് മറ്റ് നടപടികളുണ്ടാകും, തെളിവെടുപ്പ് അടക്കം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ ജിം സന്തോഷ് വധവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മറ്റൊരു ആക്രമണം കൂടെ ഈ അലുവ അതുലും സംഘവും നടത്തിയിരുന്നു. അതിൽപ്പെട്ടവരാണ് ചിലരൊക്കെ എന്നുള്ള ഒരു വിവരം കൂടെ വരുന്നുണ്ട്. എന്തായാലും ഈ പിടിയിലായ പ്രതികളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള സംഘമാണ്. ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവർ അനീർ, ഷംനാദ്, വിഷ്ണു, ഹുസൈൻ, ആഷിഖ്, നൗഫൽ എന്നുള്ളവരാണ്. ഇതിലെ സഹായികളായിട്ടുള്ളത് ഷിനു പീറ്ററും ഫൈസലുമാണ്. ഇവരാണ് പിടിയിലായിട്ടുള്ളത്. എന്തായാലും നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. ജാമ്യം നേടിയ ഗുണ്ടാ നേതാവായിരുന്നു ഈ മരിച്ച അലുവ അതുലിനെതിരെ നേരത്തെയും പല ക്രിമിനൽ കേസുകളുമുണ്ട്. എന്തായാലും അതുലിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ സംഘം നിരീക്ഷിച്ചു വന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും അത് കാര്യഗൗരവമായി എടുത്തില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയിലാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. ഇനിയും എന്തെങ്കിലും ആക്രമണം നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് അതുലിൻ്റെ സംഘമുണ്ട്. അതുലിൻ്റെ സംഘം ഇതിന് പ്രതികാരം ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ജനങ്ങളൊക്കെയും. കാരണം ഈ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അത് ജനങ്ങളെ കൂടെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസും ഇപ്പോൾ കൂടുതൽ ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഈ പ്രതികളുമായുള്ള മറ്റ് നടപടികളുണ്ടാകും. ഈ പ്രതികളെ എല്ലാം തന്നെ ഇപ്പോൾ കരുനാഗപ്പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 8 പ്രതികളെ തിരിച്ചറിഞ്ഞു. അവരെ കൃത്യമായും കഴിഞ്ഞ ദിവസത്തോടുകൂടി തന്നെ പോലീസ് പിടികൂടി. ഇതിൽ കരുനാഗപ്പള്ളി പോലീസ് അവിടേക്ക് മുണ്ടക്കയത്തേക്ക് എത്തി ഈ പ്രതികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ പ്രതികളൊക്കെ തന്നെയും
ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞ പേരുകളിലുള്ള പ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എഫ്ഐആറിലുള്ള പ്രതികളാണ്. എന്തായാലും അലുവ അതുലിൻ്റെ കൊലപാതകം നാടിനെ ഒന്നാകെ തന്നെ വലിയ ഭീതിയിൽ ആഴ്ത്തിയ സംഭവമാണ്. അതായത് പട്ടാപ്പകലാണ് ഈ നടു റോഡിലിട്ട് ഈ മുഖം മൂടി പോലും അല്ലെങ്കിൽ മാസ്ക് പോലും ധരിക്കാതെ ഒരു ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് അവർ ഒരു ദിവസം മുഴുവനും പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു, കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഇവർ എത്തി എന്നുള്ളതാണ്. എന്തായാലും 2 വാഹനങ്ങളടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ച് വരികയാണ്. ഓക്കെ, എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്നതായ സംഭവമാണ്. പട്ടാപ്പകൽ നഗരമധ്യത്തിലിട്ട് ഒരാളെ, ഒരു ഗുണ്ടാത്തലവരെ മറ്റു ഗുണ്ടാ സംഘങ്ങൾ ചേർന്ന് വെട്ടിക്കൊല്ലുന്നു. ഇനിയും മനോജ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി അതിൻ്റെ ബാക്കി തിരിച്ചിനിയും മറു ഗാങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതേപ്പറ്റിയൊന്നും ഒരു ബോധ്യവുമില്ല, ഇങ്ങനെ ഇരുട്ടിൽ തപ്പി നടക്കുകയാണ്. എന്തായാലും മനോജാണ് വിവരങ്ങളുമായി ചേർന്ന്.